BJP കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള മിനി നമ്പ്യാരെ ചൊല്ലിയുള്ള രണ്ട് സംഘികളുടെ വെടിവെപ്പ് തർക്കത്തിൽ ഭർത്താവിന് ജീവൻ നഷ്ടമായ വിഷയത്തിൽ സംഘപരിവാറുകാർ തന്ത്രപൂർവ്വം ഒരു നീക്കം നടത്തുന്നുണ്ട്. മിനി നമ്പ്യാരുടെ ഭർത്താവ് രാധാകൃഷ്ണനെ വെടിവെച്ച് കൊന്ന കാമുകൻ സന്തോഷിനെ പതിയെ അങ്ങ് DYFIക്കാരനാക്കുകയാണ്. കണ്ടില്ലേ, ഒരു കൃത്രിമ ഫോട്ടോ ഇതിനൊപ്പം ചമച്ചിട്ടുണ്ട്. DYFI മനുഷ്യച്ചങ്ങലയുടെ പഴയ ജാക്കറ്റ് എടുത്ത് അതിനകത്ത് ഫോട്ടോ വെച്ച് അങ്ങ് പ്രചരിപ്പിക്കുകയാണ്. ഇതോടുകൂടി BJP കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള സംഘിണി മിനി നമ്പ്യാരുടെ കാമുകൻ സന്തോഷ് സംഘിയല്ലാതായി മാറിയിരിക്കുന്നു എന്ന് നാട്ടുകാർ കരുതിക്കൊള്ളണം. ഒന്ന് ആലോചിക്കണേ, തെമ്മാടിത്തം കാണിക്കാൻ പറ്റുന്നതിൻ്റെ പരമാവധി കാണിക്കുക. അതിനുവേണ്ടി ഒരു രാഷ്ട്രീയ പാർട്ടി എല്ലാ സഹായവും ഒരുത്തിന് ചെയ്തു കൊടുക്കുക. ചെയ്തു കൊടുത്തതിന് ശേഷം ആ കുറ്റകൃത്യത്തെ സംബന്ധിച്ച് നാടറിയുമ്പോൾ ആ ചെയ്ത സംഖ്യയെ പതിയെ DYFIക്കാരനാക്കി കൈകഴുകാനുള്ള ഒരു തന്ത്രം, ഇതൊക്കെ പണ്ട് നടക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത്ര അങ്ങോട്ട് പോകത്തില്ല. ദേ ഈ ഫോട്ടോ നോക്കിയേ, അവർ തമ്മിലുള്ള ആത്മബന്ധം എന്താണെന്ന് ഈ ദൃശ്യം തെളിയിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു ബന്ധം ഭർത്താവായിട്ടുള്ള രാമകൃഷ്ണൻ ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ വീട്ടിൽ ചെറിയ കശപിശ ഉണ്ടാകുകയാണ്. അത് അതേപടി ചോർത്തി സംഘി സന്തോഷിനെ അറിയിച്ച കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള മിനി നമ്പ്യാരെ കൂടി ഇനിയിപ്പോൾ DYFIക്കാരിയാക്കിയാൽ എല്ലാം ഓക്കെയാണ്. കാര്യം ചെയ്തതും നമ്മൾ, ചെയ്യിച്ചതും നമ്മൾ, ഏറ്റവും ഒടുവിൽ ആ ചെയ്തവനെ DYFIക്കാരനാക്കിയതും ഞങ്ങൾ. RSSകാരുടെ ഒരു പുത്തിയെ, ആ പുത്തി ഈ കണ്ടിട്ട് ഈ നാട്ടിലെല്ലാവരും അങ്ങ് കണ്ണടച്ച് വിശ്വസിച്ചിട്ടുണ്ട്. അവൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട്, അവൻ്റെ ഫേസ്ബുക്ക് ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്, അവൻ്റെ സംഘബന്ധം പുറത്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് സന്തോഷ് ഇപ്പോൾ DYFIക്കാരനാണത്രേ. ഇങ്ങനെ ഒരു ഫോട്ടോ ജാക്കറ്റ് വെച്ച് പുറത്തേക്ക് വിട്ടാൽ സംഘപരിവാറിനകത്ത് നടക്കുന്ന കുല അവിഹിതങ്ങൾ അത് അവിഹിതമല്ലാതാകത്തില്ല. ആ അവിഹിതത്തിൻ്റെ പേരിൽ ഈ നാട്ടിൽ രാജ്യം ഭരിക്കുന്ന BJPയുടെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗത്തിൻ്റെ ഭർത്താവിനെ മറ്റൊരു സംഘി തോക്കെടുത്ത് വെടിവെച്ച് കൊല്ലുമ്പോൾ അത് വിവാദമല്ലാതാക്കാൻ കഴിയുന്ന ആ കഴിവുണ്ടല്ലോ, അതാണ് കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങൾക്കകത്ത് കുത്തി നിറച്ചിരിക്കുന്ന സംഘപരിവാർ ബന്ധം. ആ സംഘപരിവാർ ബന്ധം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത്ര ബ്രൂട്ടലായിട്ടുള്ളൊരു സംഭവം, കേട്ടുകേൾവിയില്ലാത്ത സംഭവം അത് നാട്ടിലുണ്ടാകുമ്പോൾ അത് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളും മുഖ്യധാരാ പത്രങ്ങളും വാർത്ത കൊടുത്തില്ലെങ്കിലും യാഥാർത്ഥ്യം ജനമറിഞ്ഞ് ചർച്ച ചെയ്ത് തുടങ്ങുമ്പോൾ അതിനെ ഡൈവേർട്ട് ചെയ്യിക്കാൻ വേണ്ടി സംഘകുബുദ്ധികൾ ഉപയോഗിക്കുന്ന തന്ത്രം കാണണേ. ഇതാണ് യഥാർത്ഥ സംഘികൾ. ഏതും കാര്യത്തിൽ ഒരു ഉളുപ്പുമില്ലാതെ പച്ച നുണ പറയാനുള്ള തൊലിക്കട്ടി, അത് സംഘിണിക്കാണെങ്കിലും ശരി സംഘിക്കാണെങ്കിലും ജന്മവാസനയോടുകൂടി കിട്ടുന്ന കാര്യമാണ്. അതിൻ്റെ ഭാഗമാണ് ഈ കാണുന്നത്. അല്ലെങ്കിൽ കയ്യോടെ പിടിക്കപ്പെട്ടു, അവിഹിതത്തെക്കുറിച്ച് നാടറിഞ്ഞു കഴിഞ്ഞു, ഇനിയെങ്കിലും മിണ്ടാതിരുന്നൂടെ. പക്ഷെ സംഘത്തിനകത്ത് നിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം കുല അവിഹിതങ്ങൾ, ആ കുല അവിഹിതങ്ങളിലൂടെ ഉണ്ടാകുന്ന ബലിദാനികൾ, ആ ബലിദാനികളെ കുറിച്ചെല്ലാം നമ്മൾ DYFI എന്നങ്ങ് നാട്ടിൽ പറഞ്ഞാൽ മതി, അതോടുകൂടി എല്ലാം അവസാനിക്കുമെന്നാണ് കരുതുന്നത്. എന്തായാലും അവരുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി പുറത്തു വന്നിട്ടുണ്ട്. മുമ്പ് മിനി നമ്പ്യാർ ഇട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. നല്ലൊരു കറകളഞ്ഞ സംഘിണിയാണ് എൻ്റെ കുടുംബവും ഞാനും എന്നൊക്കെ പ്രഖ്യാപിക്കുന്ന ആ പോസ്റ്റും ഇപ്പോൾ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഈ കുല അവിഹിതവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സംഘി അവിഹിതവുമായി ബന്ധപ്പെട്ട് മറ്റൊരു സംഘിക്ക് ജീവൻ നഷ്ടപ്പെടുമ്പോൾ അതിനോട് മൗനമായി യോജിച്ച് നിൽക്കുന്ന അനിൽ നമ്പ്യാരെ പോലുള്ള തരികിടകളെ കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. വെടിവെച്ച് കൊന്ന സന്തോഷിൻ്റെ മനോഭാവത്തിലുള്ള അതേ മൗനക്കാരനാണ്, അല്ലെങ്കിൽ സന്തോഷിൻ്റെ പ്രവൃത്തിയെ മൗനം കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന അനിൽ നമ്പ്യാരെ പോലുള്ള കുല സംഘികളെല്ലാം ഏത് മനോഭാവക്കാരാണെന്ന് മിനി നമ്പ്യാരുടെ ഈ വിഷയം തെളിയിക്കുന്നുണ്ട്.